കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ കെ അനിൽകുമാർ CPIM സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാനില്ല എന്ന് സുരേഷ് കുറുപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്ത്, വലിയ ആശയക്കുഴപ്പം അവിടെ നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്നതാണല്ലോ നമ്മൾ കേട്ടിരുന്നത്. സുരേഷ് കുറുപ്പിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടും എന്ന് കേട്ടിരുന്നു. അദ്ദേഹം തന്നെയായിരിക്കും വരിക. അദ്ദേഹം പക്ഷേ ചില ആരോഗ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിൻവാങ്ങി നിൽക്കുമ്പോഴും പക്ഷേ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. ഇനി കെ അനിൽകുമാറിന് പകരം മറ്റേതെങ്കിലും നേതാക്കൾ വന്നേക്കാം എന്ന വർത്തമാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അനിൽകുമാർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പായിട്ടുണ്ട്, അല്ലേ? അതെ സനീഷ്, അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇവിടുന്ന് CPM നൽകിയ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ രണ്ട് പേരുകളിൽ കെ അനിൽകുമാറിന്റെയും സുരേഷ് കുറുപ്പിന്റെയും പേരുകളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ മുമ്പിലേക്ക് ഈ പേരുകൾ എത്തിയപ്പോൾ സുരേഷ് കുറുപ്പിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മറ്റ് കാരണങ്ങൾ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന ശക്തമായ നിലപാട് സുരേഷ് കുറുപ്പ് നേതൃത്വത്തെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ 2-3 വട്ടം ഈ കാര്യങ്ങൾ സംസാരം ഉണ്ടായെങ്കിലും സുരേഷ് കുറുപ്പ് ഇത്തരത്തിൽ മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ള നിലപാടെടുത്തോടുകൂടിയാണ് ഇത്തരത്തിൽ അനിൽകുമാറിലേക്ക് എത്തിയത്. നിലവിൽ ഏതാണെങ്കിലും ഈ കോട്ടയം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ സജീവമായി നിൽക്കുന്ന ആളാണ് അനിൽകുമാറിനെ പരിഗണിച്ചാൽ ഇത്തരത്തിൽ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കാമെന്നുള്ള വിശ്വാസമാണ് CPM-നുള്ളത്. ഈ മണ്ഡലത്തിൽ സജീവമാകാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ അനിൽകുമാറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും ഉണ്ടാകുക. ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ഒരു ശക്തമായ മത്സരം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. ഏതാണെങ്കിലും അനിൽകുമാർ സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. അതാണ്, കെ അനിൽകുമാറാണ് കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക.